റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പലർക്കും അറിയാം. എന്നാൽ എഫക്റ്റീവ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പല ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും പാളിപ്പോകും. നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. 10% ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. വർഷം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലഭിക്കുന്നു. 10% ആണ് നിങ്ങളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ നിങ്ങൾ 30% ടാക്സ് ബ്രാക്കറ്റിലാണെന്നുണ്ടെങ്കിൽ 30,000 രൂപ ടാക്സ് കഴിച്ച് ബാക്കി നിങ്ങളുടെ കയ്യിൽ ലഭിക്കുക 70,000 രൂപ മാത്രമാണ്. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 7% മാത്രമാണ്. ഇനി നിങ്ങൾ ഈ 10 ലക്ഷം രൂപ ട്രേഡ് ചെയ്ത് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭം ലഭിച്ചാൽ 15% അതിന് ടാക്സ് വരും. ബാക്കി നിങ്ങളുടെ കയ്യിലുള്ളത് 85,000 രൂപയാണ്. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 8.5% മാത്രമാണ്. ഇനി നിങ്ങൾ ലോങ് ടൈമിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലാഭം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 1.25 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് റേറ്റ് ഓഫ് റിട്ടേണും നിങ്ങളുടെ റേറ്റ് ഓഫ് റിട്ടേണും സെയിം തന്നെയാണ്, 1 lakh rupee. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും എഫക്റ്റീവ് റേറ്റ് എത്രയാണ് എന്ന് തീർച്ചയായിട്ടും നോക്കുക. ഇതുപോലെയുള്ള ഫിനാൻസ് ടിപ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക.